നമസ്കാരം. ഇന്ന് ദ വ്യൂവിൽ മുൻ ആരോഗ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ VS ശിവകുമാറാണ്. സ്വാഗതം വ്യൂവിലേക്ക്. നമസ്കാരം. യൂറോളജി വിഭാഗ മേധാവി ഡോക്ടർ ഹാരിസ് ഹസൻ ചിറക്കലിന്റെ തുറന്നു പറച്ചിൽ, കോട്ടയം മെഡിക്കൽ കോളേജ് അപകടം, അങ്ങനെ നിരവധി സംഭവങ്ങൾ, പ്രശ്നങ്ങൾ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയാണ് കഴിഞ്ഞ 9 വർഷക്കാലമായി. ഇതാണോ നമ്പർ 1 ആരോഗ്യ കേരളം? തീർച്ചയായിട്ടും വളരെ ഒരു പരിതാപകരമായ സ്ഥിതിയിലേക്ക് കേരളത്തിലെ ആരോഗ്യ മേഖല മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണിപ്പോൾ ഓരോരോ കാര്യങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു PR ഏജൻസികൾ വഴി കേരളത്തിൻ്റെ ആരോഗ്യരംഗം വളരെ മെച്ചപ്പെട്ടതാണ്, നമ്പർ 1 എന്നുള്ള പ്രചരണം മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങൾ ഗതികെട്ടാണ് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ഈ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതെന്താണ്? വളരെ ഗൗരവപൂർവ്വം നമ്മളത് നോക്കിക്കാണേണ്ട കാര്യമാണ്. ആശുപത്രിയിൽ ചികിത്സയ്ക്ക് അല്ലെങ്കിൽ ശസ്ത്രക്രിയക്ക് എത്തുന്ന രോഗിക്ക് അവിടെ ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല. അവിടെ ശസ്ത്രക്രിയയ്ക്കുള്ള നൂല് പോലും വാങ്ങിക്കൊണ്ട് പോകണം എന്നുള്ള സ്ഥിതിവിശേഷമാണ്. അവിടെ എത്തുന്ന രോഗികൾ അവർ കമ്പനിയിൽ നേരിട്ട് നമ്പർ കൊടുക്കുന്നു, വിളിച്ചിട്ട് അവിടെ ഓപ്പറേഷൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെ യഥാർത്ഥത്തിൽ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ സാധാരണക്കാരായിട്ടുള്ള കേരളത്തിൽ ഇപ്പോൾ 80% വരുന്ന സാധാരണക്കാരായിട്ടുള്ള രോഗികളാണ്. അപ്പോൾ അവരുടെ ആശ്രയ കേന്ദ്രമാണ് മെഡിക്കൽ കോളേജുകളെന്ന് പറയുന്നത്. മെഡിക്കൽ കോളേജുകളെന്ന് പറഞ്ഞാൽ കേരളത്തിലെ പാവപ്പെട്ട ആളുകളുടെ അവസാനത്തെ ആശ്രയ കേന്ദ്രമാണ്. ഇപ്പോൾ സർക്കാർ ആശുപത്രികൾ, താഴെത്തരത്തിലുള്ള ആശുപത്രികളിൽ നിന്നൊക്കെ റെഫർ ചെയ്ത് വിടുന്നത്. അവിടുത്തെ സ്ഥിതിവിശേഷം ഇതാണെന്ന് പറഞ്ഞാൽ എന്തൊരു പരിതാപകരമായിട്ടുള്ള സ്ഥിതിയാണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല എന്നുള്ളതാണ്. ഇവിടെ ഈ ഡോക്ടർ ഹാരിസ് തന്നെ അദ്ദേഹം പറഞ്ഞത് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും സ്ഥിതി ഇതാണ്. ഡോക്ടർമാർ അല്ലെങ്കിൽ HODമാർ ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ അവർക്ക് ഭയമാണ്. കാരണം സർക്കാർ ഉദ്യോഗസ്ഥന്മാരായതുകൊണ്ട് അവർക്കത് തുറന്നു പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എൻ്റെ ജോലി നഷ്ടപ്പെട്ടാലും ഞാനത് പറയും എന്നാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വൈകാരികമായിട്ടുള്ള ഒരു കുറിപ്പായിരുന്നു. അദ്ദേഹം പറഞ്ഞതെന്താണ്? ഞാൻ മരണത്തിലേക്ക് പോകണമോ അത്രത്തോളം ടെൻഷനാണ് അദ്ദേഹം അനുഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരു കുട്ടി വന്നപ്പോൾ അവൻ്റെ വേദന കണ്ടിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞത്. അപ്പോൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഡോക്ടറെയും അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെയൊക്കെ നിഷേധിക്കുന്നതിനും വെല്ലുവിളിക്കുന്നതിനുള്ള ഒരു സാഹചര്യത്തിലേക്കല്ല പോകേണ്ടത്. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ കാര്യങ്ങൾ പരിഹരിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടിയാണ് ഗവൺമെൻറ് എടുക്കേണ്ടത്, മന്ത്രി എടുക്കേണ്ടത്. അപ്പോൾ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലെ തന്നെ ഈ വാർത്തകൾ വന്നപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജ്, അത് വാർത്തകൾ വായിച്ചപ്പോൾ അവിടെ ചികിത്സയ്ക്ക് എത്തുന്ന രോഗികൾ ഇപ്പോൾ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റ് 6 മാസം കാത്തിരിക്കണം, ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് 4 മാസം കാത്തിരിക്കണം, ഗ്യാസ്ട്രോയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ 3 മാസം കാത്തിരിക്കണം. ഇതാണോ കേരളത്തിൻ്റെ ഈ നമ്പർ 1 ആരോഗ്യരംഗം? അവിടെ രോഗം മൂർച്ഛിച്ച് അവിടെ എത്തുന്ന ആളുകൾക്ക് അപ്പോൾ അതിൻ്റെ ചികിത്സ കൊടുക്കണ്ടേ? ഇതൊക്കെയല്ലേ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്നുകൊണ്ടിരുന്നത്? അവിടെ എക്യുപ്മെൻ്റ് ഇല്ല, രോഗിക്ക് ചികിത്സിക്കാൻ ഡോക്ടർമാരില്ല, അതിനു വേണ്ടുന്ന സംവിധാനങ്ങളില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള സ്ഥിതിവിശേഷം. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ആ കെട്ടിടം ഇടിഞ്ഞു വീണു. കെട്ടിടം പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞിട്ട് 10-12 വർഷമായി, ഒന്നും ചെയ്യുന്നില്ല. ഒന്നും ചെയ്യാത്തത് കൊണ്ട് അവിടെ ആ കെട്ടിടം ഇടിഞ്ഞു വീണു. ആദ്യം ഉണ്ടായ അവരുടെ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് അവിടെ ആരും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അവിടെ 10-40ഓളം രോഗികളവിടെ ചികിത്സയിലിരിക്കുകയായിരുന്നു. ആ ബാത്റൂമൊക്കെ ഉപയോഗിക്കുക ഇടിഞ്ഞു വീണിട്ട് 2 മന്ത്രിമാർ അവിടെ എത്തി. ആ മന്ത്രിമാർ ചെയ്യേണ്ടത് എന്താണ്? അടിയന്തരമായിട്ട് എവിടെയെങ്കിലും ആരെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊടുക്കുകയില്ലേ? അവിടെ പോയി ഒരു ഡോക്ടർമാർ വന്ന് പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അത് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാനാണ്, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നതിനാണ് അവർ പ്രാമുഖ്യം കൊടുത്തത്. ഇവിടെ ചാണ്ടിയുമ്മൻ MLA അവിടെ ചെന്ന് അദ്ദേഹം ബഹളങ്ങൾ കാണിച്ചതിന് ശേഷമാണ് ഈ പരിശോധന തുടർന്നത്. പരിശോധന തുടർന്നപ്പോഴാണ് ഈ സ്ത്രീയുടെ ഒരു ശരീരം അതിനകത്ത് ഈ പൊടി ഒഴുകി മരണപ്പെട്ട് കിടക്കും. നേരത്തെ ആയിരുന്നെങ്കിൽ അവർ രക്ഷപ്പെടുമായിരുന്നു. അപ്പോൾ ഇത്രയും നിരുത്തരവാദപരമായിട്ടുള്ള സമീപനമാണ് ഈ കാര്യങ്ങളിൽ ഗവൺമെൻറ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്.
ആരോഗ്യപരിപാലന രംഗത്ത് നമ്മൾ നമ്പർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതാണോ സ്ഥിതിവിശേഷം ഓരോ മേഖലകളിൽ? അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു വിലയിരുത്തൽ നടത്തി ആരോഗ്യ മേഖല നമ്മൾ 9 വർഷക്കാലം കൊണ്ട് എത്രത്തോളം പുറകോട്ട് പോയി. UDF ഗവൺമെൻറ് കാലത്ത്, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലഘട്ടത്തിൽ നമ്മൾ നടപ്പിലാക്കിയ സൗജന്യ ചികിത്സാ പദ്ധതികളും അടിസ്ഥാന സൗകര്യ വികസനങ്ങളും അതുപോലെ തന്നെ സൗജന്യ മരുന്ന് വിതരണ പദ്ധതികളുമൊക്കെ ഇപ്പോൾ നമുക്ക് വളരെ ആ കാലഘട്ടത്തിൽ നമുക്ക് വളരെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കിയത് വളരെ ശക്തമായിട്ട് തന്നെ നമുക്കത് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ ആരോഗ്യം അന്നുണ്ടായിരുന്ന 5 മെഡിക്കൽ കോളേജ്. 5 മെഡിക്കൽ കോളേജുകളുടെ വികസനത്തിന് എത്ര കോടി രൂപയാണ് ചെലവഴിച്ചത്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, കോട്ടയം, ആലപ്പുഴ, കോഴിക്കോട് മെഡിക്കൽ കോളേജുകൾക്ക് വളരെ ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപയാണ് അന്ന് ചെലവഴിച്ചത്. അന്ന് ഞാൻ ഓർമ്മിക്കുന്നത് 400 കോടിയോളം രൂപയാണ് മെഡിക്കൽ കോളേജുകളുടെ വികസനത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? 450 കോടി രൂപ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കും. നല്ല കൈയടി കിട്ടാൻ 450 കോടി രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ 145 കോടി രൂപ വെട്ടിക്കുറയ്ക്കും. പിന്നെ എങ്ങനെ മരുന്ന് വാങ്ങും? പിന്നെ എങ്ങനെ എക്യുപ്മെൻറ്റ് വാങ്ങും? പിന്നെ എങ്ങനെ ചികിത്സ കൊടുക്കും? അപ്പോൾ ഇതിനൊന്നും മുന്തിയ പരിഗണനയാണ് UDF ഗവൺമെൻറ് കാലത്ത്, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഞങ്ങൾ ആരോഗ്യ മേഖലയ്ക്ക് കൊടുത്തു. ഒരു ആരോഗ്യം ഒരു അവകാശം എന്നുള്ള സങ്കല്പത്തിൽ, എന്നുള്ള ഒരു നയസമീപനം എടുത്തുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോയത്. ഏറ്റവും മുകൾ തട്ട് മുതൽ താഴെ തട്ട് വരെയുള്ള ആശുപത്രികളുടെ വികസനം സാധ്യമാക്കുന്നതിലേക്ക് വേണ്ടിയുള്ള പദ്ധതികൾ, എത്ര പദ്ധതികളാണ്! ഇപ്പം മെഡിക്കൽ കോളേജുകൾ തുടങ്ങി, 10 മെഡിക്കൽ കോളേജുകൾ തുടങ്ങി. തിരുവനന്തപുരത്ത് 2ാമത്തെ മെഡിക്കൽ കോളേജ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകളില്ലാത്ത എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളില്ലാത്ത എല്ലാ ജില്ലകളിലും സർക്കാർ മെഡിക്കൽ കോളേജ് തുടങ്ങി. അതിപ്പോൾ നമുക്കറിയാം, കോന്നി മെഡിക്കൽ കോളേജ്, ഇടുക്കി, മഞ്ചേരി, വയനാട്, പാലക്കാട്, കാസർഗോഡ്, പിന്നെ കണ്ണൂരുള്ള പരിയാരം മെഡിക്കൽ കോളേജ്, സഹകരണ മെഡിക്കൽ കോളേജ് ഏറ്റെടുത്തു. പാരിപ്പള്ളിയിലുള്ള കൊല്ലം ജില്ലയ്ക്ക് വേണ്ടി ആ മെഡിക്കൽ കോളേജ് നമ്മൾ ഏറ്റെടുക്കാൻ നടപടികൾ സ്വീകരിച്ചു. തിരുവനന്തപുരത്ത് 2ാമത്തെ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നത് അത് ഉദ്ഘാടനം ചെയ്തതാണ്. അപ്പോൾ ഈ ആശുപത്രികളൊന്നും ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. പുതിയ ഗവൺമെൻറ് വന്നാൽ ഓരോ വർഷവും കാലാനുസൃതമായി കൊടുക്കേണ്ട ഫണ്ട് കൊടുത്ത് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രയോജനം ലഭ്യമാകാത്ത രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ തുടങ്ങിയ, ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ തുടങ്ങിയ ബൃഹത് പദ്ധതികളൊന്നാണ്. ജനങ്ങളുടെ ഇടയിൽ അത് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ആഗ്രഹിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖ പദ്ധതി പോലെ, അല്ലെങ്കിൽ കണ്ണൂർ എയർപോർട്ട് പോലെ, കൊച്ചി മെട്രോ പോലെ ആണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മൾ മെഡിക്കൽ കോളേജ് തുടങ്ങി. 10 മെഡിക്കൽ കോളേജ് തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ആരോഗ്യ മേഖലയിലെ വലിയ കുതിച്ചുചാട്ടമാണ് നമ്മൾ നടത്തിയത്. പക്ഷെ അതൊന്നും ഫലപ്രദമായി കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, 2ാമത്തെ മെഡിക്കൽ കോളേജ്, ഈ 10 മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഇവിടെ നമ്മൾ മെഡിക്കൽ കോളേജ് തുടങ്ങാനുള്ള കാരണം എന്താണ്? ഇപ്പോഴത്തെ നമ്മൾ മെഡിക്കൽ കോളേജ് ഒരു ദിവസം 4000-ഓളം OP വരുന്നു, കാഷ്വാലിറ്റി ആളുകൾ വരുന്നു. അപ്പോൾ അവിടെ ചികിത്സിക്കാൻ കഴിയുന്ന സൗകര്യങ്ങളില്ല. തിരുവനന്തപുരത്ത് ഒരു 2 ലക്ഷം ആളുകൾ താമസിച്ചിരുന്ന സമയത്താണ് ഈ മെഡിക്കൽ കോളേജ് തുടങ്ങിയത്. ഇപ്പോഴെത്രയാണ്? 15 ലക്ഷത്തിലധികം ആളുകളുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് ചികിത്സയ്ക്ക് വരുന്നു. 4000 OP വരുന്നു, അല്ലെങ്കിൽ 5000 OP വരുന്നു. അവിടെയാണെങ്കിൽ ഡോക്ടർമാരില്ല, പിന്നെ ചികിത്സിക്കാൻ സൗകര്യങ്ങളില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരു പുതിയ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതിനെക്കുറിച്ച് നമ്മൾ ആ ഗവൺമെൻറ് കാലത്ത് ജനറൽ ആശുപത്രി കാമ്പൗണ്ടിനകത്ത് 25 ഏക്കർ സ്ഥലമുണ്ട്. നഗരത്തെ ഹൃദയഭാഗത്താണ്. ജനറൽ ആശുപത്രിയും തൈക്കാട് ആശുപത്രിയും ചേർന്ന് ഒരു മെഡിക്കൽ കോളേജ് ആക്കുന്നതിലേക്ക് വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു. ആ തീരുമാനം എടുത്ത് മുന്നോട്ട് പോയി അവിടെ 5 നില കെട്ടിടം കെട്ടി, 1,38,000 സ്ക്വയർ ഫീറ്റ് കെട്ടിടം, ക്ലാസ് മുറികൾ, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, അക്കാഡമിക് ബ്ലോക്ക്, ഇതെല്ലാ സൗകര്യങ്ങളും ഒരുക്കി പ്രിൻസിപ്പളിനെ നിയമിച്ച്, സൂപ്രണ്ടിനെ നിയമിച്ച്, 110 ഡോക്ടർമാരെ, പ്രൊഫസർമാരെ നിയമിച്ച് എല്ലാം ചെയ്തു. മെഡിക്കൽ കൗൺസിൽ വന്ന ഇൻസ്പെക്ഷൻ നടത്തി. അത് അവർ അംഗീകരിച്ചു കേന്ദ്ര ഗവൺമെൻറ്. ഉമ്മൻചാണ്ടി സാർ വന്ന് ഉദ്ഘാടനം ചെയ്തു എൻ്റെ അധ്യക്ഷതയിൽ. ഉദ്ഘാടനം ചെയ്തപ്പോഴേ പിണറായി വിജയൻ്റെ സർക്കാർ വന്നു. ആ ഗവൺമെൻറ് വന്നപ്പോൾ ആദ്യം എടുത്ത തീരുമാനം ഈ മെഡിക്കൽ കോളേജ് വേണ്ട എന്നുള്ള തീരുമാനമെടുത്തു. അവിടെ മെഡിക്കൽ കോളേജ് തുടങ്ങിയാൽ 100 സീറ്റാണെന്ന് അനുവദിച്ചു. ആ 100 സീറ്റ് മെഡിക്കൽ കോളേജ് ആരംഭിച്ച് കുട്ടികൾക്ക് 25,000 രൂപ സർക്കാർ ഫീസിൽ പഠിക്കാൻ കഴിയുന്നൊരു സാഹചര്യമാണ് ഇവർ ഇല്ലാതാക്കിയത്. 900 കുട്ടികൾ ഇപ്പോൾ പഠിച്ചിറങ്ങുമായിരുന്നു 9 വർഷക്കാലം കൊണ്ട്. അതില്ലാതാക്കി. മെഡിക്കൽ കോളേജ് ആകുമ്പോൾ ജനറൽ ആശുപത്രി ഇന്ന് കിട്ടുന്ന ചികിത്സയേക്കാൾ കൂടുതൽ ചികിത്സ അവിടെ കിട്ടും.
ഞാൻ മന്ത്രിയായിരുന്ന സമയത്താണ് ഈ തിരുവനന്തപുരം ജനറൽ ആശുപത്രി കാത്ത് ലാബ് ആരംഭിച്ചത്, ഹൃദയ ചികിത്സ ആരംഭിച്ചത്, ഡോക്ടർമാരെ നിയമിച്ചത്. പക്ഷെ അതിനേക്കാൾ ഫലപ്രദമായ രീതിയിൽ മെഡിക്കൽ കോളേജ് ആകുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ വരും, വിദഗ്ധമായ ചികിത്സ കൊടുക്കാൻ കഴിയും, കുട്ടികൾക്ക് പഠിക്കാൻ കഴിയും. അതിനെ ഇവർ ഇല്ലാതാക്കി. എല്ലാ മെഡിക്കൽ കോളേജുകളും സമയബന്ധിതമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നില്ല. കാസർഗോഡ് മെഡിക്കൽ കോളേജ് കോവിഡ് വന്നപ്പോൾ ചികിത്സാ സൗകര്യമില്ലാത്തത് കൊണ്ട് കർണാടകയിലേക്ക് ചികിത്സിക്കാൻ പോയ ആളുകളെ അവിടുത്തെ അന്ന് വലിയ രൂക്ഷമായ സാഹചര്യമായിരുന്നതുകൊണ്ട് അവിടെ ചികിത്സ ലഭ്യമായില്ല. 26 പേരാണ് മരിച്ചത്. അപ്പോൾ അങ്ങനെ ആരോഗ്യ മേഖലയിൽ UDF കൊണ്ടുവന്ന നേട്ടങ്ങൾ മുഴുവൻ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഞാൻ ഈ പറഞ്ഞത് മെഡിക്കൽ കോളേജുകൾ മുതൽ ഇപ്പോൾ താഴെ തലത്തിലെ ആശുപത്രി, അന്ന് പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ ഇല്ലാതിരുന്ന എല്ലാ പഞ്ചായത്തുകളും പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ കൊണ്ടുവന്നു. ഹോമിയോ ആശുപത്രി ഇല്ലായിരുന്ന എല്ലാ പഞ്ചായത്തിലും ഹോമിയോ ആശുപത്രി കൊണ്ടുവന്നു. ആയുർവേദ ആശുപത്രി ഇല്ലായിരുന്ന എല്ലാ സ്ഥലങ്ങളിലും ആയുർവേദ ആശുപത്രി കൊണ്ടുവന്നു. നഗരപ്രദേശങ്ങളിൽ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളില്ലായിരുന്ന നഗരപ്രദേശം അന്ന് 75 അർബൻ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ തുടങ്ങി. തൃശ്ശൂർ തുടങ്ങി, എറണാകുളത്ത് തുടങ്ങി, തിരുവനന്തപുരത്ത് തുടങ്ങി, നഗരപ്രദേശങ്ങൾ. അതിൻ്റെ പ്രയോജനം എന്താ? ഇവിടെ ചെറിയ പനി വന്നാൽ നേരെ ജനറൽ ആശുപത്രിയിൽ പോകും, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ്. എറണാകുളത്തെയും സ്ഥിതി അത് തന്നെയാണ്, കോഴിക്കോട്ടെയും സ്ഥിതി. ഈ അർബൻ PSCകൾ തുടങ്ങിയാൽ ആ പ്രാഥമികമായിട്ടുള്ള ചികിത്സ ഈ ആശുപത്രിയിൽ കിട്ടും. ഇവിടെ പേട്ടയിൽ തുടങ്ങി, ചാക്കയിൽ തുടങ്ങി, പിന്നെ ജഗതിയിൽ തുടങ്ങി, എത്രയോ ആശുപത്രി. തൃശ്ശൂർ തന്നെ ഞാൻ പോയി ഉദ്ഘാടനം ചെയ്തു. അന്ന് CN ബാലകൃഷ്ണൻ അടക്കമുള്ള മന്ത്രിമാരൊക്കെ പങ്കെടുത്തതാണ്. അപ്പോൾ ആ ആശുപത്രികൾ ഇന്ന് ഞങ്ങൾ 5 വർഷക്കാലം കൊണ്ട് അർബൻ PSCകൾ 75 തുടങ്ങി. ഇവർ 9 വർഷക്കാലം കൊണ്ട് ആകപ്പാടെ തുടങ്ങിയത് 19 എണ്ണമാണ്. അപ്പോൾ ഈ രംഗത്ത് അവരുടെ ഒരു കൊടുക്കുന്ന പ്രാധാന്യത്തെക്കുറിച്ചാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. എത്ര സൗജന്യ ചികിത്സാ പദ്ധതികളാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. ഒരു കുട്ടി ജനിക്കുന്നത് മുതൽ ആ വ്യക്തി വാർദ്ധക്യം എത്തുന്നത് വരെയുള്ള ഘട്ടങ്ങളിൽ, ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിൽ എല്ലാ ചികിത്സയും സൗജന്യമായി കൊടുക്കും. ആരോഗ്യം ഒരു അവകാശമെന്നുള്ള സങ്കല്പത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ് ആ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചത്. അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ആരോഗ്യ മേഖലയിലെ ഏത് പദ്ധതികൾക്ക് സാമ്പത്തികം ചോദിച്ചിരുന്നു അദ്ദേഹം ചെയ്യും. മണിസാറും ആ കാര്യത്തിൽ വലിയ അനുകൂലമായ നിലപാടായിരുന്നു. ഇപ്പം നമ്മൾ തുടങ്ങിയതിപ്പോൾ കാരുണ്യ ചികിത്സാ പദ്ധതി. കാരുണ്യ ചികിത്സാ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1240 കോടിയാണ് 5 വർഷക്കാലം കൊണ്ട് നമ്മൾ കൊടുത്തത്. 3 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ. അതിനുവേണ്ടി ഒരു ലോട്ടറി തുടങ്ങി. ആ ലോട്ടറി ഇപ്പോൾ ഉണ്ട്, പക്ഷേ ഫണ്ട് കൊടുക്കുന്നില്ല. ആ പദ്ധതി അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു കുഞ്ഞ് ജനിക്കുന്ന പ്രാഥമിക ചികിത്സയാണ് അമ്മയും കുഞ്ഞും പദ്ധതി. അമ്മയും കുഞ്ഞും പദ്ധതി ഇന്നിപ്പോൾ കാശ് കൊടുക്കുന്നില്ല. സർക്കാർ ആശുപത്രി ഇപ്പോൾ 58% പ്രസവ ചികിത്സയും ഇപ്പോൾ നടക്കുന്ന സ്വകാര്യ ആശുപത്രിയിലാണ്. പണ്ട് അതല്ലായിരുന്നു. ഭൂരിപക്ഷം ചികിത്സ സർക്കാർ ആശുപത്രിയിൽ നടക്കുമായിരുന്നു. സർക്കാർ ആശുപത്രികളിൽ പ്രസവ ചികിത്സയ്ക്ക് എത്തുന്ന സ്ത്രീകൾക്ക് വീട്ടിൽ നിന്ന് ആശുപത്രി വരുന്നതിനുള്ള ടാക്സി ചാർജ് വരെ നമ്മൾ കൊടുക്കും. അത് കഴിഞ്ഞ് 70 ചികിത്സ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ചികിത്സയും കൊടുക്കും. അപ്പോൾ അതിപ്പോൾ ഇല്ലാതെ പോകുന്നതിൻ്റെ കാരണങ്ങൾ അതിന് പൈസ കൊടുക്കുന്നില്ല. അടുത്തൊരു പദ്ധതിയാണ് ആരോഗ്യ കിരണം പദ്ധതി. അന്ന് നമ്മൾ നടപ്പിലാക്കിയതാണ്. 18 വയസ്സിന് താഴെയുള്ള കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും എല്ലാ APL BPL വ്യത്യാസമില്ല, സൗജന്യ ചികിത്സയാണ്. എത്ര ലക്ഷം രൂപയാണെങ്കിലും ലിമിറ്റില്ല, ഞങ്ങൾ സൗജന്യ ചികിത്സ. ആ പദ്ധതി ഇപ്പോൾ ഇല്ല. ഓരോ ആശുപത്രി, പല ആശുപത്രി വിളിച്ചു ചോദിച്ചു, കോടിക്കണക്കിന് രൂപ കൊടുക്കാണ്ട്. അവിടെ HMCന്ന് ഫണ്ട് എടുത്തിട്ട് അവർ പൈസ കൊടുക്കും. പക്ഷെ അവർക്ക് പൈസ കൊടുക്കണ്ടേ? ഗവൺമെൻറ് കൊടുക്കുന്നില്ല. ആ പദ്ധതി പൊളിച്ചു. അതുപോലെ തന്നെ സുഹൃതം എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. എന്താണ്? 35 ലക്ഷത്തോളം വരുന്ന കേരളത്തിലെ പാവപ്പെട്ട ആളുകളുടെ കുടുംബങ്ങളിൽ ക്യാൻസർ രോഗം വന്നാൽ സൗജന്യ ചികിത്സ കൊടുക്കും. ആ പദ്ധതി ഇപ്പോൾ കാശ് കൊടുക്കുന്നില്ല. കേരളത്തിലെ അന്നത്തെ സർക്കാർ 5 മെഡിക്കൽ കോളേജുകളിലും RCCയിലും മലബാർ ക്യാൻസർ സെൻ്ററിൽ സൗജന്യ ചികിത്സയാണ്. എത്ര നമുക്കറിയാം, ക്യാൻസർ പോലെയുള്ള രോഗം വന്നാൽ അത് ഒരു സാമ്പത്തിക ശേഷിയുള്ള കുടുംബങ്ങൾക്ക് പോലും നീണ്ടു നിൽക്കുന്ന ചികിത്സ ആവശ്യമുണ്ട്. അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. സുഹൃതം എന്ന് പറഞ്ഞ പദ്ധതി അന്ന് മമ്മൂട്ടിയാണ് ഉദ്ഘാടനം ചെയ്തത്. അന്ന് അദ്ദേഹം അഭിനയിച്ചൊരു സിനിമയുണ്ടായിരുന്നു, സുഹൃതം. അതിൽ ക്യാൻസർ രോഗം ഭേദമാകുന്നത്. അതുകൊണ്ട് ആ പേര് ഞാൻ തന്നെയാണ് ഇട്ടത്. ഈ ആരോഗ്യകിരണം പദ്ധതി എന്ന് പറഞ്ഞ 18 വയസ്സുള്ള കുട്ടി, അത് സോണിയാഗാന്ധിയാണെന്ന് ഉദ്ഘാടനം ചെയ്തത് കനകക്കുന്ന് കൊട്ടാരത്തിൽ. എത്ര പദ്ധതികളാണ് ഞങ്ങൾ കൊണ്ട്. അമൃതം ആരോഗ്യം എന്ന് പറയുന്ന പദ്ധതി. ജീവിതശൈലി രോഗങ്ങൾക്ക് ആശുപത്രിയിൽ പോയാൽ 2 മാസത്തേക്കുള്ള സൗജന്യ മരുന്നാണ്. ഇപ്പോൾ ഡോക്ടർ 10 മരുന്ന് കുറിച്ച് കൊടുത്താൽ 2 മരുന്ന് കിട്ടുന്നില്ല. അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം കേരളത്തിൽ. ഹീമോഫിലിയ രോഗികൾക്ക് സൗജന്യ ചികിത്സ, കോക്ലിയർ ഇംപ്ലാന്റേഷൻ, ചെവി കേൾക്കാത്ത, സംസാരിക്കാൻ കഴിയാത്ത കുട്ടികൾക്ക്
ഈ ഓപ്പറേഷൻ നടത്തിയ ചെവി കേൾക്കാനും സംസാരിക്കാനും കഴിയും. ആ കുട്ടികളുടെ ഒരു സംഗമം നിങ്ങൾ വെച്ചു, 850 കുട്ടികൾക്ക് കൊടുത്തു. ആ കുട്ടികൾ വന്നിട്ട് പ്രാർത്ഥനാ ഗീതം ആലപിക്കുന്നു. എന്തൊരു അത്ഭുതകരമായിട്ടുള്ളൊരു ചികിത്സയാണ്. പക്ഷേ ഇവർ അത് തുടർ ചികിത്സയ്ക്ക് വേണ്ടി കോക്ലിയർ ഇംപ്ലാന്റേഷൻ ചെയ്യുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ആരോഗ്യ മേഖല സംവിധാനം, ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സിസ്റ്റം, അത് തകരാൻ കാരണം എന്താണ്? കഴിഞ്ഞ 9 വർഷം ഈ സൂചിപ്പിച്ചതുപോലെ നിരവധി സംഭവങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. എന്തുകൊണ്ടാണ് ഒരു തകർച്ചയിലേക്ക് ഇത് പോകുന്നത്? ഇത് ഇവരുടെ കെടുകാര്യസ്ഥതയും ആരോഗ്യ മേഖലയ്ക്ക് ഇവർ പ്രാധാന്യം കൊടുക്കാത്തതുമാണ്. സിസ്റ്റം എന്ന് പറഞ്ഞ് ആരെ കുഴപ്പമാണ്? സിസ്റ്റം എന്ന് പറയുന്നത് ആ സിസ്റ്റത്തെ മാറ്റണം. ഇപ്പോൾ ഞാൻ പറയാം, സിസ്റ്റം എന്ന് പറഞ്ഞ് ഇതൊക്കെ മാറ്റാൻ പരിശോധന വിധേയമാക്കണം, ചർച്ചയ്ക്ക് വിധേയമാക്കണം. HODമാരെ, ഡോക്ടർമാരെ, ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളെ, വിദഗ്ധരായിട്ടുള്ള ആളുകളെ വിളിച്ച് മന്ത്രി ചർച്ച നടത്തണം. ഇപ്പോൾ ഈ ഡോക്ടർ ഹാരിസ്, അദ്ദേഹം കുറേ കാലം 6 മാസം കൊണ്ട് മന്ത്രിയുടെ ഓഫീസിൽ പരാതി കൊടുത്തു. ഇവിടെ എക്യുപ്മെൻ്റ് ഇല്ല. മന്ത്രി എടുത്ത് PS-ൻ്റെ കൊടുത്തു, PS എടുത്ത് താഴെ ആരെയും കൊടുത്തു. കയറി ഇറങ്ങിയപ്പോൾ അവർ പറയുന്നു ഡോക്ടർക്ക് വേറെ ജോലിയില്ലേ, കിട്ടുന്ന നൂല് കൊണ്ട് തുന്നി കെട്ടി വിടണമെന്നാണ് പറയുന്നത്. ഇതാണ് സിസ്റ്റം. ഈ സിസ്റ്റം മാറണ്ടേ? ഇപ്പോൾ HOD ആയിട്ടുള്ള ഡോക്ടർ ഹാരിസ്, അദ്ദേഹം അവിടെ ഈ ചികിത്സയ്ക്ക് എത്തുന്ന രോഗികൾ ചികിത്സ കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടും ഈ എക്യുപ്മെൻറ്റ് വാങ്ങാൻ വേണ്ടിയാണ് കയറി ഇറങ്ങി. HODമാർക്ക് സാമ്പത്തികം അനുവദിക്കാനുള്ള ഫണ്ട് കൊടുക്കണം, തീരുമാനമെടുക്കാനുള്ള അധികാരം കൊടുക്കണം. അധികാരം കൊടുത്താൽ അവരപ്പം തന്നെ തീരുമാനമെടുക്കും, ഫണ്ട് അനുവദിക്കും, ഈ ഓപ്പറേഷൻ അപ്പം നടക്കും. ഇതൊന്നും ചെയ്യുന്നില്ല. കാരണം ഒന്ന് ഫണ്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫണ്ട് പ്രഖ്യാപിക്കും, പക്ഷേ ഫണ്ട് അവസാനം വെട്ടിക്കുറയ്ക്കും. അതാണ് സംവിധാനം. ആ സിസ്റ്റം മാറ്റേണ്ട ഉത്തരവാദിത്വമാർക്കാണ്? മന്ത്രിക്കാണ്, ഗവൺമെൻറ്റിനാണ്. ആ സിസ്റ്റത്തിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞ് ഇത് ആരെയാണ് കുറ്റപ്പെടുത്തുന്നത്? മന്ത്രി. അപ്പോൾ അത് ഒക്കെ ഫലപ്രദമായ രീതിയിൽ ഒരു പുനർവിചിന്തനം നടത്തണം, പുനരാലോചന നടത്തി ഈ 9 വർഷക്കാലം കൊണ്ട് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ, അത് നമ്മൾ നേടിയെടുത്ത നേട്ടങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുന്നതാണ്, യാതൊരു സംശയവുമില്ല. അതിലേക്ക് വേണ്ടുന്ന നടപടികൾ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകണമെന്നുള്ളതാണ്. അതാണ് ഈ സിസ്റ്റം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് മന്ത്രി ആരെയാണ് കുറ്റം? ഗവൺമെൻറ് അവരുടെയാണ്, ഭരണകൂടം അവരുടെയാണ്. അവർ ഈ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കണം. അതോടൊപ്പം തന്നെ ഈ പ്രൊഫഷണൽ സൂയിസൈഡ് എന്നാണ് ഡോക്ടർ ഹാരിസ് ഹസൻ ചിറക്കൽ പറഞ്ഞത്. അദ്ദേഹം തുറന്നു പറഞ്ഞപ്പോഴാവട്ടെ അദ്ദേഹത്തിനെതിരെ ഭീഷണി, വെല്ലുവിളി തുടങ്ങിയ കാര്യങ്ങളൊക്കെ, ഈ പറയേണ്ട വേദി ഇതായിരുന്നു എന്നുള്ള, മന്ത്രിയുടെ അടുത്ത് പോയി, PS-ൻ്റെ അടുത്ത് പോയി, അങ്ങനെ പല വാതിലുകളും അദ്ദേഹം മുട്ടി. ഒരു ഭാഗത്തു നിന്നും അനുകൂലമായ മറുപടി ഉണ്ടായില്ല, നടപടി ഉണ്ടായില്ല. എന്നിട്ട് ഏറ്റവും ഒടുവിലാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഈ പറയേണ്ട വേദി ഇങ്ങനെയാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കൾ ചോദിക്കുന്നത്. ഏരിയ കമ്മിറ്റി യോഗത്തിലാണോ അദ്ദേഹം പോയി പറയേണ്ടത്? തീർച്ചയായിട്ടും അത് ശരിയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു വലിയ മാനസികമായ സംഘർഷം അനുഭവിക്കുന്നു, ഞാനൊരു വലിയ വെല്ലുവിളിയാണ് നേരിടുന്നതെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥത, സമൂഹത്തോടുള്ള ഒരു കമ്മിറ്റി, അങ്ങനെയുള്ളൊരു ഡോക്ടറാണ് അദ്ദേഹം അത് വിളിച്ച് പറയേണ്ടുന്ന സാഹചര്യം ഗതികെട്ട് കൊണ്ടാണ് വിളിച്ചത്. ഈ ദയനീയമായ ഒരു സ്ഥിതിവിശേഷം ഉള്ളത് കൊണ്ടാണ് വിളിച്ചത്. എന്തും വരട്ടെ, അദ്ദേഹം പറഞ്ഞാണ് ഞാൻ ആത്മഹത്യയ്ക്ക് വരെ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഒരു ആത്മാർത്ഥമുള്ളൊരു ഡോക്ടറുടെ വിളിച്ച് പറയല. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ പോലും അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ ഈ സിസ്റ്റത്തിൻ്റെ, ഈ മന്ത്രി പറഞ്ഞ സിസ്റ്റം അല്ലെങ്കിൽ ഇതുപോലെയുള്ള പോരായ്മകൾ അത് പരിഹരിക്കുന്നതിന് ആരെങ്കിലുമൊക്കെ പറയണ്ടേ? എല്ലാ തലങ്ങളിലും ഇതാണ് പ്രശ്നം. ഏതെങ്കിലും ഡോക്ടർമാർ പറഞ്ഞാൽ അവരെ എല്ലാവരും കൂടെ ഇവരുടെ സോഷ്യൽ മീഡിയയിലൂടെ അവരെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അതല്ല ചെയ്യേണ്ടത്. അപ്പോൾ അത് ഒരിക്കലും ശരിയല്ല. അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഡോക്ടർ ഹാരിസ് ഇതുപോലെയുള്ള കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിലുണ്ടായ 9 വർഷക്കാലത്തുണ്ടായ അധപ്പതനം, പിന്നോട്ടുള്ള ആ ഒരു വീഴ്ച, അത് വിളിച്ചു പറഞ്ഞ ഡോക്ടർക്ക് അവാർഡ് കൊടുക്കണം. എങ്കിലേ മറ്റുള്ള തലങ്ങളിലും ഇതുപോലെയുള്ള ഡോക്ടർമാർ മുന്നോട്ട് വന്ന് ഈ കാര്യങ്ങൾ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുള്ളൂ എന്ന് അല്ലെങ്കിൽ ഈ ഡോക്ടർമാർ തന്നെ ഇത് പറയണ്ടേ? ഈ പരസ്യമായി പറഞ്ഞില്ല എങ്കിൽ പോലും ഈ സൂചിപ്പിച്ചാൽ ഗവൺമെൻറ് ചെയ്യണം. ഡോക്ടർമാർ പറയുക ഓരോ സ്ഥലത്ത് ഇന്ന കാര്യങ്ങളില്ല, എന്ന് പറഞ്ഞാൽ അതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്ക് 400 കോടി രൂപ കുടിശ്ശികയാണ്. 2016 മുതൽ 2020 വരെയുള്ള ശമ്പള കുടിശ്ശികയും മറ്റ് ആനുകൂല്യം 400 കോടി രൂപ കൊടുക്കണം. ഡോക്ടർമാരൊക്കെ വിട്ടുപോവുക. ഞങ്ങളുടെയൊക്കെ കാലത്ത് കറക്റ്റായിട്ട് ശമ്പളം കൊടുക്കും, കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുമായിരുന്നു. 2016 മുതൽ 20 വരെയുള്ള കുടിശ്ശികയാണ്.
ഡോക്ടേഴ്സ് ഡേയിൽ ഡോക്ടർമാർ സമരം ചെയ്യുക. നമ്മൾ ആലോചിച്ച് നോക്കണം എന്തുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെയാണ് ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു വീഴ്ച. ഒപ്പം ഈ കോട്ടയം മെഡിക്കൽ കോളേജ് അപകടം, ഈ മന്ത്രിമാരുടെ പ്രതികരണമാണ് രക്ഷാദൗത്യം വൈകിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നു. മുഖ്യമന്ത്രിയുടെ അവലോകന യോഗം അവിടെ തന്നെ നടക്കുന്നുണ്ടായിരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിലാണ് മന്ത്രിമാർക്ക്, ഉദ്യോഗസ്ഥർക്ക് അവിടേക്ക് എത്താൻ കഴിയാതെ പോയത്. എന്നിട്ട് മന്ത്രിമാരുടെ ആ പ്രതികരണം അത് ശരിയായോ? വി എൻ വാസവൻ അടക്കം ചോദിക്കുന്നു, മന്ത്രി ഉരുട്ടിയിട്ടതാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രതികരണം, യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളാതെ അങ്ങനെ ഒരു പ്രതികരണത്തിലേക്കടക്കം മന്ത്രിമാർ പോകുന്നത്? പ്രതിച്ഛായ ഭയന്നാണ്. മന്ത്രിമാർ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുന്നത് ദൗർഭാഗ്യകരമാണ്. ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ അവർ ഇതുപോലൊരു സാധനം മന്ത്രി ഇടിച്ചിട്ടാണോ എന്നാണോ ചോദിക്കേണ്ടത്. ഏകദേശം ഒരു 10-15 വർഷത്തിന് മുമ്പ് ഈ കെട്ടിടം കുഴപ്പമാണ്. അതിനകത്ത് ഗവൺമെൻറ് വന്ന് 9-10 വർഷമാകാൻ പോവുകയാണ്. ആ കെട്ടിടത്തിൻ്റെ പൊളിച്ചു മാറ്റി, അല്ലെങ്കിൽ അവിടെ ആളുകൾ, രോഗികൾ വരരുത് എന്നുള്ള ഒരു ബോർഡെങ്കിലും വയ്ക്കണ്ടേ? അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാ? സർക്കാരിനാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു പത്രത്തിലൊരു വാർത്ത ഞാൻ കണ്ടു. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നതിന് 9 വർഷമായി അനുമതി കൊടുത്തു. ഇതുവരെ പൊളിച്ചു മാറ്റിയിട്ടില്ല. 9 വർഷമായി. എത്ര ആശുപത്രി, എത്ര കെട്ടിടങ്ങളാണ് അവിടെ, പഴയ കെട്ടിടങ്ങൾ കിടക്കുക. ഇതാരുടെയും ഇടിഞ്ഞു വീണത് വല്ലവരെയും തലയിൽ വീണ് ആളുകൾ മരണപ്പെട്ടാൽ മാത്രമേ ഗവൺമെൻറ് ഇത് കാണുകയുള്ളൂ. ഇടിഞ്ഞു വീഴുമ്പോൾ ആരോഗ്യമന്ത്രിയാണ് ഇടിച്ചിട്ടതെന്ന് ചോദിച്ചാൽ മതിയോ? ഇതിൻ്റെ ഉത്തരവാദിത്വത്തോട് കാര്യങ്ങൾ ചെയ്യണ്ടേ? അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതുപോലെയുള്ള നിർഭാഗ്യകരമായ സംഭവങ്ങൾ ഉണ്ടാകാൻ കാരണം. ഈ ശസ്ത്രക്രിയ, അതിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഈ രോഗികൾ തന്നെ പിരിവിട്ട് വാങ്ങേണ്ട ഒരു അവസ്ഥയാണല്ലോ ഡോക്ടർ ഹാരിസ് പങ്കുവച്ചത്. അത് എത്രത്തോളം ദൗർഭാഗ്യകരമായ അവസ്ഥയാണ്. അങ്ങ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ, അങ്ങ് ആരോഗ്യമന്ത്രിയായിരുന്ന കാലഘട്ടങ്ങളിൽ അങ്ങനൊരു പ്രശ്നമേ ഉയർന്നു കേട്ടിരുന്നില്ല. ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒറ്റപ്പെട്ട സംഭവമല്ല. എല്ലാ മെഡിക്കൽ കോളേജുകളിലെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. എല്ലാ മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് എല്ലാ സ്ഥലത്തും ഉള്ളത്. ഞാൻ മന്ത്രിയായിരുന്ന സമയത്ത് ഒരിക്കൽ 2-3 പേർ രാഷ്ട്രീയ ആരോഗ്യ വകുപ്പിൻ്റെ ചർച്ചയുമായി ബന്ധപ്പെട്ടപ്പോൾ 2-3 MLA, പ്രതിപക്ഷ MLA മാർ മരുന്ന് കിട്ടുന്നില്ല ഒരു സ്ഥലത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് എഴുന്നേറ്റ് വെല്ലുവിളി, ഇതിനകത്തിരിക്കുന്ന 140 MLA മാരുടെ ഉണ്ട്. ഏതെങ്കിലും MLA കോൺസ്റ്റിറ്റ്യുവൻസിയിൽ, ഏതെങ്കിലും ആശുപത്രിയിൽ ഏതെങ്കിലും മരുന്ന് കിട്ടാനില്ലെങ്കിൽ ഇപ്പോൾ പറയണമെന്ന് പറഞ്ഞു. ഒരാളും പറഞ്ഞില്ലല്ലോ. അങ്ങനെ നിങ്ങൾ ഫലപ്രദമായ കാര്യങ്ങൾ ചെയ്തിരുന്നതാണ്. ഒരു ആശുപത്രിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പ്രത്യേകമായിട്ട് ഞങ്ങളതിന് ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഫണ്ട് അനുവദിച്ച് സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ അതൊന്നുമില്ല. പ്രചരണം കൊടുത്താൽ മതിയോ? PR ഏജൻസിയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഇതിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്ന അതല്ല. ഫലപ്രദമായി യാഥാർത്ഥ്യബോധത്തോടു കൂടി കാര്യങ്ങൾ മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്. ഈ മരുന്നിൻ്റെ ദൗർലഭ്യം അത് വലിയ തരത്തിൽ രൂക്ഷമായി ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഈ മരുന്ന് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വിവിധ മരുന്ന് കമ്പനികൾക്കായി ഏതാണ്ട് 693 കോടി രൂപയുടെ കുടിശ്ശികയുണ്ട് ഇപ്പോൾ. ഒരു ഘട്ടത്തിൽ ഈ മരുന്ന് കമ്പനികൾ പറയുക, മരുന്ന് നൽകുന്നില്ല എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ കൈവിട്ടു പോകില്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ആശുപത്രി പോകുമ്പോൾ, ഹോസ്പിറ്റലിൽ പോകുമ്പോൾ 10 മരുന്നൊരു ഡോക്ടർ എഴുതി കൊടുത്ത് ആകപ്പാടെ ചിലപ്പോൾ കൊടുക്കുന്ന 1-2 മരുന്ന്, ബാക്കികളെല്ലാം പുറത്തുനിന്ന് വാങ്ങേണ്ടത്. എന്താണ് കാരണം? 1100 കോടി രൂപ മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് കൊടുക്കാനുണ്ട്. 1100 കോടി രൂപ. കഴിഞ്ഞ ബഡ്ജറ്റിൽ ധനകാര്യമന്ത്രി ബാലഗോപാൽ അദ്ദേഹം അവതരിപ്പിച്ച ബഡ്ജറ്റ് ഞാൻ പറഞ്ഞു, മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് എല്ലാം കൂടി കൊടുക്കാൻ അവർ എല്ലാം കൂടി 500-600 കോടി രൂപ പ്രഖ്യാപിച്ചു. ഇതുവരെ കൊടുത്തിട്ടില്ല. 1100 രൂപ ഇപ്പോൾ കൊടുക്കാറുണ്ട്. പിന്നെ മരുന്ന് കമ്പനികൾ മരുന്ന് കൊടുക്കില്ല. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ഉണ്ടാകുന്നത്. ആരോഗ്യ വകുപ്പിന് ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തതുപോലെ ഏറ്റവും പ്രാധാന്യം കൊടുക്കുക. ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഒക്കെ കുറച്ചൊക്കെ ഞാൻ പറഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് ചെയ്തതാണ്. ആശുപത്രികളിൽ മരുന്നുണ്ടായിരുന്നു, സൗജന്യമായ മരുന്നുകൾ വിതരണം ചെയ്തു. ആശുപത്രിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പരമാവധി ഞങ്ങൾ ചെയ്തു. ഓപ്പറേഷനോ മറ്റു കാര്യങ്ങൾ തടസ്സമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിനുവേണ്ടിയുള്ള പരിഹാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് അന്ന് ആരോഗ്യ മേഖലയെ ഞങ്ങൾ കാത്ത് സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയത്. ഇന്ന് അതെല്ലാം നഷ്ടമായിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ജനങ്ങൾ അതിലൊക്കെ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഈ ഡോക്ടർമാരിലൂടെ, കെട്ടിടം പൊളിഞ്ഞു വീണതിലൂടെയൊക്കെ പുറത്തു വരുന്നത്. പ്രതിപക്ഷം ഇങ്ങനെ ഓരോ കാര്യങ്ങളും തുറന്നു പറയുമ്പോൾ മാധ്യമങ്ങൾക്ക് നേരെയും പഴിയുണ്ട്,
അവർ പറയുകയാണ് പ്രതിപക്ഷത്തിന് ഒരു വടി കൊടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണ് ഇത്തരത്തിൽ ആരോപണങ്ങൾ പടച്ചുവിടുന്നതെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. അല്ല, അതവരെപ്പോഴും പറയുന്നതാണല്ലോ. എന്തെങ്കിലും അവർക്കെതിരായിട്ട് പറയുമ്പോൾ മാധ്യമങ്ങളെ പറയുക, പിന്നെ അവർ ഇതെല്ലാം വെറുതെ പറയുകയാണെന്ന്. അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വരുന്നു. മാധ്യമങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. അവരാണിത് പറയേണ്ടത്. സാധാരണക്കാരായിട്ടുള്ള ഒരാളിന് അസുഖം വന്നാൽ അവരുടെ അവസാനത്തെ ആശ്രയമാണ് നമ്മുടെ കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ. ആ മെഡിക്കൽ കോളേജിൽ സുസജ്ജമായിരിക്കണം. അവിടെ പോയാൽ അവർക്ക് അപ്പോൾ ചികിത്സ കിട്ടണം, ഏറ്റവും നല്ല ചികിത്സ കിട്ടണം. അതല്ലേ നമ്മുടെ ഏറ്റവും ലക്ഷ്യം എന്ന് പറയുന്നത്. ആരോഗ്യമേഖല എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് മേഖല. ആരോഗ്യമുള്ളൊരു സമൂഹമില്ല എങ്കിൽ ആ സമൂഹത്തിന് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? നമ്മുടെ മറ്റു തരത്തിലുള്ള വികസനങ്ങൾ, അതിപ്പം ഒരു പരിധിവരെ വിദ്യാഭ്യാസമായിരുന്നാലും അല്ലെങ്കിൽ മറ്റ് ഓരോ തരത്തിലുള്ള ഭൗതികമായിട്ടുള്ള വികസന കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ അവിടെ ഒരു ആരോഗ്യമുള്ളൊരു സമൂഹമുണ്ടാകണ്ടേ. ഓരോ വ്യക്തികളും ആരോഗ്യമുള്ള വ്യക്തിത്വങ്ങളായി നിൽക്കട്ടെ. ആരോഗ്യമുള്ള സമൂഹത്തിന് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഒരു രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുകയുള്ളൂ. വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നതിന് കഴിയും. അപ്പോൾ അതിന് ഏറ്റവും പ്രാധാന്യം കൊടുത്തത് UDF ഗവൺമെൻറ്റാണ്. അതിന് കൊടുത്തത് നമ്മൾ അതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. ആരോഗ്യം എല്ലാവരുടെയും അവകാശമാണെന്നുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ അന്ന് നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്, UPയുടെ ഗവൺമെൻറ് ആരോഗ്യം അവകാശമാണ് എന്നുള്ള തലത്തിലേക്കുള്ള നിയമങ്ങൾ പാസ്സാക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചിരുന്നു നമ്മുടെ UPA ഗവൺമെൻറ്, ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ. നമ്മൾ ആ കാലഘട്ടത്തിൽ എത്ര നിയമങ്ങളാണ് ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ പാസ്സാക്കിയത്. ഇപ്പോൾ NRHM സ്കീം കൊണ്ടുവന്നതാരാ? നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഇരുന്നപ്പോഴാണ്. അതുവഴിയാണ് കോടിക്കണക്കിന് രൂപ സംസ്ഥാനത്തിന് കിട്ടുകയാണ്. ഈ ആശാവർക്കർമാരെ നിയമിച്ചത് മുഴുവൻ ആ കാലഘട്ടത്തിലാണ്. 2005 തുടങ്ങി 2007 ആശാവർക്കർമാരെ 10 ലക്ഷം ആശാവർക്കർമാരെ ഇന്ത്യയിൽ നിയമിച്ചു. ആരോഗ്യപരിപാലന രംഗത്ത് UPA ഗവൺമെൻറ് പറയുക വിപ്ലവകരമായിട്ടുള്ളൊരു കാര്യമാണത്. ഇവിടെ കേരളത്തിലെ ആശാവർക്കർമാർ സമരം നടത്തുന്നു. ആശാവർക്കർമാർ സമരം അവരെയൊക്കെ നികൃഷ്ട ജീവികളായിട്ടാണ് കാണുന്നത്. അവരുടെ സമരത്തെ പൊളിക്കാൻ നിൽക്കുകയാണ്. ഞങ്ങളുടെ ഗവൺമെൻറ് 2011 അധികാരത്തിൽ വന്നപ്പോൾ ആശാവർക്കർമാരുടെ ഓണറേറിയം എന്ന് പറയുന്നത് വെറും 400 രൂപയായിരുന്നു. അന്ന് 2 മണിക്കൂർ മാത്രമേ അവർക്ക് ജോലി ഉണ്ടായി. ഇപ്പോൾ 15 മണിക്കൂറോളം. അന്ന് വേറെ ജോലികൾക്ക് ചെയ്യാൻ പോവാം. പക്ഷെ അന്ന് 300 രൂപയായിരുന്നു ഓണറേറിയം എന്ന് പറഞ്ഞ് ഞങ്ങളെ കണ്ട്, മുഖ്യമന്ത്രിയെ കണ്ട് എന്നെ അവർ കണ്ടു പറഞ്ഞു ഓണറേറിയം കൂട്ടണം. 2 മണിക്കൂറാണ് ജോലിയെങ്കിൽ പോലും നിങ്ങളത് 1000 രൂപയാക്കി കൂട്ടിക്കൊടുത്തു. 1000 രൂപയായി. ഇപ്പോൾ 15 മണിക്കൂർ ജോലിയാണ്. വീട്ടിൽ പോയാലും ജോലിയാണ്. ആരോഗ്യപരിപാലന രംഗത്ത് കോവിഡൊക്കെ വന്ന് സ്വന്തം ജീവൻ ബലിയർപ്പിച്ചിട്ടാണ് അവർ ജോലി ചെയ്തത്. 7000 രൂപ കൊണ്ട് മാസം എങ്ങനെ ജീവിക്കും? 232 രൂപ കൊണ്ട് ഒരു കുടുംബം എങ്ങനെ മുന്നോട്ട് പോകും? ഈ ഗവൺമെൻറ് അത് ആലോചിക്കണ്ടേ? അതൊന്നും ആലോചിക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, കോൺഗ്രസ് ആരോഗ്യ മേഖലയ്ക്ക് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും വലിയ പ്രാധാന്യമാണ് കൊടുത്തത്. NRHM പദ്ധതി തുടങ്ങി, അതുപോലെ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഫണ്ട് കൊടുത്തു. അതുപോലെ തന്നെ ഈ അർബൻ BScകളും ഒക്കെ തുടങ്ങിയത് ആ കാലഘട്ടത്തിലാണ്. NHM സ്കീം കൊണ്ടുവന്ന് ഡോക്ടർമാരെ അഡീഷണലായിട്ട് നിയമിക്കുന്ന സ്കീം. അത് കഴിഞ്ഞ് 2011-12 കാലത്തിൽ ഇതിനെ സംയോജിപ്പിച്ചു. റൂറൽ ഹെൽത്ത് മിഷൻ എന്നുള്ളത് നാഷണൽ ഹെൽത്ത് മിഷനാക്കി. അതിലൂടെ കോടിക്കണക്കിന് രൂപയാണ് വേണ്ടത്. ഫലപ്രദമായിട്ട് ഇവിടെ ഒന്നും നടക്കുന്നില്ല. തീർച്ചയായും അങ്ങയുടെ കാലത്ത്, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത്, ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വിദഗ്ധരുമായ വിവരങ്ങൾ തേടുമായിരുന്നു, ചർച്ച നടത്തുമായിരുന്നു. അങ്ങനെയായിരുന്നു കാര്യങ്ങൾ തീരുമാനങ്ങളിലേക്ക് എത്തിയിരുന്നത്. പക്ഷേ ഇന്ന് അത് ഉണ്ടാവുന്നില്ല. മന്ത്രിഭരണം ആയി മാറുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ ആരോഗ്യ മേഖലയുടെ ഈ ആധുനിക കാലഘട്ടത്തിലെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിലേക്ക് വേണ്ടി വിദഗ്ധർ, നമ്മളിപ്പോൾ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ആളുകൾ, അവർക്കൊന്നും അങ്ങനെ ഒരു പരിജ്ഞാനമുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തണം തീർച്ചയായിട്ടും ആരോഗ്യ മേഖലയെക്കുറിച്ച്. ഇപ്പോൾ UDF പ്രതിപക്ഷ നേതാവിനെ പറഞ്ഞു നമ്മൾ വിദഗ്ധരായിട്ടുള്ളൊരു സമിതി നമ്മൾ നിലവിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ മേഖലയുടെ ഡോക്ടർ SS ലാൽ ചെയർമാനായിട്ടുള്ളൊരു കമ്മിറ്റിയാണ്. അതിന് സമഗ്രമായിട്ടുള്ള ഈ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ പരിശോധിക്കും. ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് ചികിത്സയ്ക്കായി പോയി. അതിൽ തെറ്റ് പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ സാധാരണക്കാർക്ക് അത്തരത്തിലുള്ള മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനം ഉണ്ടാവേണ്ടതുണ്ട്. അതൊരുക്കുന്നില്ല. അതിപ്പോൾ ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തെ തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം പോയതാണ്, അതിൽ തെറ്റില്ല. പക്ഷേ അതുപോലെ തന്നെ മന്ത്രിമാർക്കൊക്കെ രോഗങ്ങൾ വരുമ്പോൾ എല്ലാം വിദേശത്ത് പോകുന്നു, സ്വകാര്യ ആശുപത്രിയിൽ പോകുന്നു.
നമ്മുടെ ഞാൻ പറഞ്ഞതുപോലെ 80% സാധാരണക്കാർ. ആ സാധാരണക്കാരുടെ അവസാനത്തെ ആശ്രയമാണ് മെഡിക്കൽ കോളേജ്, ജനറൽ ആശുപത്രി, താലൂക്ക് ആശുപത്രി. അവിടെയൊക്കെ കുറ്റമറ്റ രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. ഏത് ചികിത്സയും കിട്ടുന്ന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തുണ്ടാകണം. അതുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ഉത്തരവാദിത്വം. തീർച്ചയായും സമയപരിമിതി ഉള്ളതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വളരെയധികം നന്ദി ദ വ്യൂവിൽ അതിഥിയായി എത്തിയതിന്, നിലപാടുകൾ വ്യക്തമാക്കിയത്. താങ്ക് യു. ഓക്കെ, താങ്ക് യു.